I was very happy to call him Aliya. I thought he was my... വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയാം. I just spoke to him. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my... So I told him, Aliyane payallo, valare sandosham. So I just spoke to him and I wished him happy birthday. Yes. Next one. Jojo. So before asking the question, I need to tell you this. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷേ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിൻ്റെ അനൗൺസ്മെൻറ്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെ ആവും ഞങ്ങൾ. For us, the true hero for us is cinema itself. So ബാക്കിയെല്ലാം supporting artists ആണ്, including the lead role man. Cinema needs good actors. അത്രേ ഉള്ളൂ. You call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. സാർ, ഞങ്ങളുടെ ജോജു ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. തിരിച്ച് ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക്. അതിനോടൊപ്പം സംശയമാണ്, കുറച്ച് സംശയമുണ്ട്. തിരിച്ച് കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറേ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തിരിച്ച് കർണാടക പോകാൻ കഴിയില്ല. സർവജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോൾ ജോജുവും അങ്ങനെ ആയിപ്പോവും. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും.